മമ്മൂക്ക, വൈശാഖ്, മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ടർബോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ഓരോ ദിവസവും ഈ ഒരു ചിത്രത്തിൻ്റെ ഫാൻ മെയ്ഡ് പോസ്റ്ററുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ. മാസങ്ങളോളമായിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. വൈശാഖ് മമ്മൂക്കയെ നായകനാക്കി ഒരു സിനിമ എടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആരാധകർക്ക് വലിയ രീതിയിലുള്ള ആവേശമോ കാര്യമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം വൈശാഖ് മുന്നേ ചെയ്ത സിനിമകളെല്ലാം തിയേറ്ററിൽ അമ്പേ പരാജയമായിരുന്നു. എന്നാൽ തിരക്കഥയുടെ ഭാഗത്ത് മിഥുൻ മാനുവൽ തോമസ് വരുന്നു എന്ന് പറഞ്ഞതോട് കൂടെ തന്നെ ആരാധകർക്കും ആവേശമായി. മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റിന്റെ ലെവൽ എന്ന് പറയുന്നത് മലയാള സിനിമ ഈ അടുത്ത കാലത്ത് അറിഞ്ഞതാണ്. അഞ്ചാം പാതിര എല്ലാം വേറെ ലെവലായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഓരോ ദിവസവും ഈ ഒരു ചിത്രത്തിലെ താരങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴിൽ നിന്നും അർജുൻ ദാസ് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തെലുങ്കിൽ നിന്നും സുനിൽ ഈ ഒരു ചിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ കന്നഡയിൽ നിന്നും രാജ് പി ഷെട്ടി. അങ്ങനെ വമ്പൻ ക്യാൻവാസിലാണ് ഈ ഒരു ചിത്രം എത്താൻ വേണ്ടി പോകുന്നത്. മമ്മൂട്ടി കമ്പനിയിൽ വന്ന സിനിമകളിൽ ഏറ്റവും ബഡ്ജറ്റ് വരുന്ന സിനിമയും ടർബോ തന്നെയാണ്. മലയാളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ സിനിമ വരുന്ന സമയത്ത് താരങ്ങൾ എത്രത്തോളം ആയിരിക്കണം, എങ്ങനത്തെ താരങ്ങളായിരിക്കണം, അതുപോലുള്ള താരങ്ങളാണ് ടർബോ എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് എന്നുള്ള തരത്തിലുള്ള യാതൊരു വിധ ഒഫീഷ്യൽ അപ്ഡേറ്റും വന്നിട്ടില്ല. അതർ ലാംഗ്വേജിലെ ആർട്ടിസ്റ്റുകളെല്ലാം ടർബോയിൽ അണിനിരക്കുന്നതോട് കൂടെ തന്നെ വലിയ ഒരു സിനിമയായി തീർന്നിരിക്കുകയാണ് ടർബോ. ഇനി ആരാധകർക്ക് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് എത്ര ലാംഗ്വേജിൽ ഇറങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.